മുഖം കഴുകി വന്നിട്ടോ. അപ്പോൾ കടലമാവ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ഈ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, പെട്ടെന്ന് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, അതുപോലെ തന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്ന് നമ്മുടെ മുഖത്തൊരു ഡാർക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യില്ലേ, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റി നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. ഇത് ആഴ്ചയിൽ 2 വട്ടം മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ. എപ്പോഴെപ്പോഴും ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ സ്കിന്നിന് അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മളൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന മാറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് അടുപ്പിച്ച് ചെയ്യാൻ പാടില്ല. ഒരു 2-3 വട്ടം അത്രേ പാടുള്ളൂ കേട്ടോ. ആഴ്ചയിൽ 2-3 വട്ടം അത്രയ്ക്കേ പാടുള്ളൂ. അത് നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലമാവ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലമാവാണ്. അപ്പോൾ അത് നമ്മൾ 1 ടീസ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ളൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് കോഫി പൗഡർ, ഇത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. നൈസായിട്ടുള്ള പൊടി, തരി ആയിട്ടുള്ളതല്ല കേട്ടോ. ഇത് മുഴുവൻ വേണ്ട, ഇതിൻ്റെ പകുതിയേ വേണ്ടൂ. പിന്നെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാസ് സ്റ്റവിൻ്റെ അരിയത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആഴ്ചയിലത്തെ അടുത്ത വട്ടം ഇടാനുള്ള പൊടി ഇതിലുണ്ടാവും കേട്ടോ. പകുതി ഇടണം, അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ അത് അളന്നിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഏകദേശം ഇതിനെ പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്കറിയാലോ. പലർക്കുള്ള ചോദ്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ ഇവിയോൺ ഗുളികയാണ്. ഇത് നമ്മുടെ മുഖത്തിന് തന്നെ അപ്ലൈ ചെയ്താൽ നല്ലതാണ്. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ക്രീമാണ്. അത് നിങ്ങൾ നൈറ്റിൽ എന്നും നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾക്ക് സ്കിന്ന് ഈ ചുളിവ്, അതുപോലെ തന്നെ തൂങ്ങി വരൽ, പിന്നെ പ്രായം കൂടുതൽ തോന്നിക്കൽ, നിറം മങ്ങൽ, ഇതൊക്കെ പോകാനൊക്കെ ആയിട്ട് ആ ഒരു ക്രീം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഇയുടെ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, അല്ലെങ്കിൽ ഈ ഒരു ഗുളിക കേട്ടോ. അപ്പോൾ ഇതും നമ്മളിതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ റോസ് വാട്ടറാണ് കേട്ടോ. നേച്ചുറലായിട്ടുള്ള അടിപൊളി പാക്കുകളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പാക്കുകൾ ഇടാട്ടോ മുഖത്തേക്ക്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നോക്കുക, എന്നിട്ട് പിന്നെ മിക്സ് ചെയ്യാനുള്ളത് നോക്കാം കേട്ടോ. ഒരു ക്രീം ടെക്സ്ചറിൽ നമുക്ക് കിട്ടണം. ഇനിയിപ്പോൾ ഇതിൽ ഇത്തിരി റോസ് വാട്ടർ കൂടിയാൽ തന്നെ ഇച്ചിരിക്കോളം കടലമാവ് ഇട്ടാൽ മതി. അതൊന്നും പേടിക്കണ്ട. നിങ്ങൾ പറയണതൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുമ്പോഴാണ് എനിക്കും ഒരു സന്തോഷം, നിങ്ങൾക്കും ഒരു സന്തോഷം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരാളെങ്കിലും ചെയ്തു, അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയ ചേച്ചിയെന്നൊക്കെ ഒരു കമൻറ്റൊക്കെ വരുമ്പോണ്ടല്ലോ, ആരാന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഭയങ്കര സന്തോഷമാട്ടോ എനിക്ക്. നമ്മളെ കുഞ്ഞ് അനിയന്മാർക്കും ചെയ്യാം, അനിയത്തി കുട്ടികൾക്കും ചെയ്യാം, ചേച്ചിമാർക്കും ചെയ്യാം, അമ്മമാർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഇത്രയും 50 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും ഞങ്ങൾക്കൊന്നും ഇതിന് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നടക്കൂല കേട്ടോ. നമുക്ക് എല്ലാ പ്രായത്തിലും ഈ ഒരു കാര്യം നടക്കും. കണ്ട, നല്ലൊരു ക്രീം ടെക്സ്ചറിൽ നമുക്ക് ഈ സാധനം കിട്ടി, കണ്ടില്ലേ. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് ഇളക്കണം. ഇനിയിപ്പോൾ നമ്മൾ 2 തുള്ളിയും കൂടിയും റോസ് വാട്ടർ ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു 15 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് ഇടുക. പിന്നെ ഈ പാക്ക് ഇടുമ്പോൾ സംസാരിക്കരുത് കേട്ടോ. നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. മുഖമൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷം ഇത് മുഖത്ത് ഇങ്ങനെ കട്ടിയിൽ ഇട്ട് കൊടുക്കുക.
നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ ഇടാനായിട്ട് പറ്റും. ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത്തിരി പേടിയൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ഇന്നലത്തെ ക്രീമിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. മസ്റ്റായിട്ട് അത് വീട്ടിൽ ചെയ്ത് വെക്കുക. ഡെയിലി മുഖത്ത് ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഒരു ദിവസം പാക്ക് ഇട്ടുകൊണ്ടൊന്നും നമ്മൾ ഈ പറഞ്ഞ റിസൾട്ടൊന്നും കിട്ടില്ല. നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ തന്നെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കഴുത്തിലും കൂടി ഇടണേ. ഞാൻ ഇവിടെ വരയ്ക്ക് ഇടണുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇതുമ്പോഴേക്കൊക്കെ ഇപ്പം ആവും. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലേക്കും കൂടി ഇടണം കേട്ടോ, അല്ലെങ്കിൽ മുഖം നല്ല ബ്രൈറ്റ് ആവും, കഴുത്ത് വേറെ കളറാവും. അപ്പോൾ അത് ഇടയാക്കണ്ട. കണ്ണിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ സ്മൂത്തായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് വലിയത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യം വെള്ളം തളിച്ച് കൊടുത്തിട്ട് പതുക്കെ മസാജ് കൊടുത്ത് ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കുക. നമുക്കത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം കഴുകി വന്നു കേട്ടോ. അടിപൊളി റിസൾട്ട് തന്നെയാണ്. അപ്പോൾ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് മാറുമെന്ന് ഞാൻ പറയണില്ല. തുടർച്ചയായിട്ട് ഈ പാക്ക് ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ആ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമുക്ക് അടിപൊളി റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ മുഖക്കുരു വരുന്നുള്ള ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മുഖക്കുരു വരുന്നുണ്ടല്ലോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വൈറ്റമിൻ ഇയുടെ ഗുളികയ്ക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും, മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പാക്കൊക്കെ ഇട്ട് വന്ന ശേഷമില്ലേ, അപ്പോൾ നമ്മൾ കടലമാവ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചിലർക്ക് തോന്നാം ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോസ് വാട്ടർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്നൊരു 2-3 തുള്ളി എടുക്കുക. ഒന്നിങ്ങനെ ആക്കിയിട്ട് ഒന്ന് മുഖത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെറ്റായി. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ബ്യൂട്ടി പാർലറിൽ അവർ ചെയ്യുന്നുണ്ടല്ലേ, മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സ്പ്രേ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ആ ഒരു ജലാംശം നിലനിർത്തി കൊണ്ടുപോകാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ അലോവേര ജെല്ല് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തേച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് റോസ് വാട്ടർ എടുത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇതിന് മാത്രമല്ല, നമ്മൾ കാലത്ത് പല്ല് തേച്ച് മുഖം കഴുകി വന്നു കഴിഞ്ഞാൽ 2-3 തുള്ളി റോസ് വാട്ടർ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സർവ് ആവും. നിങ്ങൾക്ക് കഴുകി കളയണമെന്നില്ല, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.